PSC നടത്തുന്ന എല്ലാ എക്സാംസുകളിലും ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിന് നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ വീഡിയോ ആണത്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി വരുന്നതിന്റെ ചരിത്രപരമായ കാരണങ്ങളും അതിലെ ഓരോ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സും പല ആക്ടുകളും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഇനി നമുക്ക് കാണാനുള്ളത് നമ്മൾ 1858 മുതലുള്ള കാര്യങ്ങളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എൻട്രി ടി വിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1858 വരെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം ഡിസ്കസ് ചെയ്തിരുന്നു. 1858 വരെ നമ്മൾ കണ്ടത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യനെ. പല കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ്സ് കണ്ടു, അവരുടെ പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല സ്റ്റേജുകളിലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ട് ഒരു ചുമ്മാ ട്രേഡിന് വന്നവരെങ്ങനെ ടാക്സ് പിരിച്ചു തുടങ്ങി എന്നുള്ളതൊക്കെ കണ്ടു. അതിൻ്റെ പ്രോപ്പർ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇത്രയും കാലത്തെ ബ്രിട്ടീഷ് പോളിസീസ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോളിസീസ് ഇന്ത്യൻ ജനതയിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ് എന്നുള്ളതാണ്. അതായത് ഇത്രയും കാലത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓരോ പോളിസീസും, ഇപ്പോൾ അവരുടെ എന്താ പറയുക ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞൊരു പോളിസി, അല്ലെങ്കിൽ അവധിനെ അനക്സ് ചെയ്ത അവരുടെ തീരുമാനം, അല്ലെങ്കിൽ നമ്മൾ ടാക്സ് ചെയ്ത പല പ്രൊവിഷൻസ്, അങ്ങനെ പല അവരുടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോളിസീസും ഇന്ത്യൻ സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒപ്രസീവായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ റിലീജിയസ് കൺവേർഷൻ, പരിവർത്തനം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നൊക്കെയാണ് ഇന്ത്യക്കാർ പലരും പെർസീവ് ചെയ്തിരുന്നത്. അങ്ങനെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും, സാധാരണക്കാരായ കർഷകർ മുതൽ രാജാക്കന്മാർ മുതൽ ജമീന്ദാർ മുതൽ ലാൻഡ് ലോഡ്സ് മുതൽ എല്ലാവർക്കും ബ്രിട്ടീഷുകാരോടൊരു ഈർഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈർഷ ഉണ്ടായി വന്നൊരു സാഹചര്യമാണ് ഇത്രയും വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞു 1857 വരെയുള്ള ബ്രിട്ടീഷ് പോളിസീസ് എല്ലാവരിലും ഒരു ഈർഷ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നു. ശിപായി ലഹള എന്ന് പറഞ്ഞിട്ട് ലഹള പൊട്ടിപ്പുറപ്പെടുന്നു. മീരട്ടിലൊരു കണ്ടോൺമെൻറ്റിലാണ് ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഇത് ഇന്ത്യ ഒട്ടൊക്കെ വ്യാപിക്കുന്ന ഒരു കലാപമായിട്ട് അത് ചുരുങ്ങിയ സമയം കൊണ്ട് മാറി. അതായത് എല്ലാവർക്കും ഈ നിലനിൽക്കുന്ന ഈർഷ കാരണം എല്ലാവരും ഈ ശിപായി ലഹളയെ സപ്പോർട്ട് ചെയ്യുകയും അതൊരു വലിയ കലാപമായിട്ട് മാറുകയൊക്കെ ചെയ്യും. അതിന് ഹിസ്റ്റോറിക്കൽ കുറേ കാര്യങ്ങൾ പഠിക്കാനാണ്, ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പറയാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രം. സോ ഇത്തരത്തിലൊരു വലിയ കലാപം ഉണ്ടാകുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഈ കലാപത്തിനെ അടിച്ചമർത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കലാപം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് മനസ്സിലാവുകയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനിയെ ഇന്ത്യയിലെ റൂള് ഏൽപ്പിച്ചാൽ ശരിയാവില്ല, ക്രൗൺ നേരിട്ട് റൂള് ഏറ്റെടുക്കണം എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതായത് അത്രയും കാലം ഒരു കമ്പനി ഭരിച്ചിരുന്ന് ഒരു എന്താ പറയുക ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഏറ്റെടുത്ത് ഭരണം നടത്തുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അവർ വന്നു. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 സ്റ്റാർട്ട് ചെയ്തു. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോണാണ്. അതായത് ഈ ഒരു 1858 ആക്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലുള്ള റൂള് കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പല ഡെസിഗ്നേഷൻ ഓരോ ആക്ടുകളിലായിട്ട് വന്നത് കണ്ടു. ആ ഡെസിഗ്നേഷനൊക്കെ മാറിയിട്ട് വൈസ്രോയി എന്ന് പറഞ്ഞിട്ടുള്ള ഡെസിഗ്നേഷനിൽ ക്യൂനിൻ്റെ ഏജൻ്റായിട്ട് ഇന്ത്യയിലേക്ക് ഒരു ഒഫീഷ്യലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ വൈസ്രോയി ആയി അപ്പോയിൻറ്റഡ് ആയത് ലോർഡ് കാനിൻ ആണ്. അതുകൂടാതെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്തു. അത് ബ്രിട്ടീഷ് ക്യാബിനറ്റിലുള്ള ഒരു ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മിനിസ്റ്റർ ആയിരിക്കും എന്നുള്ളതാണ് ആ പോസ്റ്റ്. അദ്ദേഹം ബ്രിട്ടനിലായിരിക്കും ഉണ്ടാവുക, ഇന്ത്യയിലായിരിക്കില്ല ഉണ്ടാവുക. ഈ വൈസ്രോയ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് കൂടെ ക്രിയേറ്റ് ചെയ്തു. ലോർഡ് സ്റ്റാൻലി ആണ് ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് ആ ഒരു ഇതിനായത്. അതിനുശേഷം ഈ വൈസ്രോയിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 15 മെമ്പേഴ്സുള്ള ഒരു കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ടായി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു 15 മെമ്പേഴ്സുള്ള ഒരു കൗൺസിലിനെ രൂപം കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂൻസിൻ്റെ ഏജൻ്റായിട്ട് വൈസ്രോയി ഇന്ത്യയിലേക്ക് വരുന്നു. നേരത്തെ ആദ്യകാലത്തെ ആക്ടുകൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നമ്മൾ കണ്ട പോലെ അപ്പോൾ എന്താ പറയുക പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴി കൊണ്ടുവന്നിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും എന്ന് പറഞ്ഞിട്ടുള്ള 2 ബോർഡുകളെ അബോളിഷ് ചെയ്യുന്നു 1858 ആക്ടാണ്. സോ ഇതൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങളായിരിക്കും. ഏത് ആക്ടാണ് ഡയറക്റ്റ് ക്യൂൻ റൂള് സ്റ്റാർട്ട് ചെയ്തത്, ഡയറക്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്മ്യൂണിറ്റിയുടെ റൂള് അവസാനിപ്പിച്ച് അബോളിഷ് ചെയ്ത്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് കൺട്രോളിനെയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെയും പിന്നെ ഡിസ്മാൻഡിൽ ചെയ്തത് ഏത് ആക്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനുള്ള സാധ്യതകൾ ഒക്കെയുണ്ട്. ഇതാണ് 1858 ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ആണ്. അത്
ഈ നമുക്കറിയാം ഈ 1858 ശേഷം പതുക്കെ വീണ്ടും ചെറിയ ചെറിയ സമരങ്ങളും ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുക പിന്നെ പ്രതിരോധങ്ങളും ഒക്കെ കൂടി വരുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർക്ക് ചെറിയ ചില ബെനിഫിറ്റുകൾ, ചെറിയ ചില അംഗീകാരങ്ങളൊക്കെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അത്ര കാലം ഉണ്ടായിരുന്നതല്ല, അവരൊരു ആക്ട് വഴി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻ്റൊക്കെയാണ് ഈ ഒരു സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ടൈം ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ എക്സിക്യൂട്ടീവ് പ്ലസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, അതായത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, നേരത്തെ പറഞ്ഞ പോലെ വൈസ്രോയുടെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെയൊക്കെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ആദ്യമായിട്ട് വരുന്നത്, ഇന്ത്യക്കാർ ആദ്യമായിട്ട് വരുന്നത് 1861 ആദ്യമായിട്ട് റെപ്രസെൻറ്റേഷൻ നേടിയ 3 ഇന്ത്യക്കാരാണ്. രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്യാല, സർ ദിനകർ റാവു. ഇവർ 3 പേരാണ് ആദ്യമായിട്ട് ഈ ഒരു കൗൺസിലിൽ അംഗത്വം കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അന്ന് ബ്രിട്ടീഷ് പ്രോവിൻസസ് ഉണ്ടായിരുന്നു, പല പ്രോവിൻസസ് ഉണ്ടായിരുന്നു, മദ്രാസ് പ്രോവിൻസ് എന്നൊക്കെ പറയുന്ന പോലെ പല പ്രോവിൻസസ് ഉണ്ടായിരുന്നു. ഈ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ളൊരു കൺസെപ്റ്റ് പല പ്രോവിൻസുകളിലേക്കും വ്യാപിപ്പിക്കുന്നത് ഈ ഒരു 1861 കൗൺസിൽസ് ആക്റ്റും കൂടെയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൈൽ സ്റ്റോൺ ആണ് നമ്മൾ. പിന്നെ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ്ഡ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രിമാരെന്ന് പറയില്ല, ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്നുള്ള തരത്തിൽ ഒരു വകുപ്പിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ള രീതിയിൽ പോർട്ട്ഫോളിയോ സിസ്റ്റം ആരംഭിച്ചതും ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861 ആണ്. ഇനീഷ്യേറ്റഡ് ദ പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മുമ്പ് ബ്രിട്ടീഷ് ഫോളോ ചെയ്ത പോളിസി പറഞ്ഞാൽ സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക്, വൈസ്രോയിലേക്ക് അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിലേക്ക് പവർ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ നിന്നാണ് അധികാരസ്ഥാനം, അവിടെ നിന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നതനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള രീതിയിലാണ് സെൻട്രലൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു പ്രൊവിൻസസിൽ, ഈ പ്രൊവിൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സംസ്ഥാനങ്ങൾ പോലെ വിചാരിച്ചാൽ മതി. ഈ പ്രൊവിൻസസിനും ലെജിസ്ലേറ്റീവ് കൗൺസിൽസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് ഡീസെൻട്രലൈസേഷനാണ്. പവർ ഇങ്ങനെ വികേന്ദ്രീകരണം സംഭവിക്കണം, അധികാര വികേന്ദ്രീകരണം സംഭവിച്ചു കൊടുക്കണം. പവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്രൊവിൻസസിന് വേണ്ടിയിട്ട്. സോ അത് ഇന്ത്യയുടെ ഒരു ഫെഡറൽ സിസ്റ്റം, നമുക്കറിയാം ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു ഫെഡറൽ സിസ്റ്റമാണ്. നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉണ്ട്, അടുത്ത പഞ്ചായത്ത് ഗവൺമെൻറ്, 3 ടയർസ് ഓഫ് ഗവൺമെൻറ് ആണ്. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൻ്റെയൊക്കെ ബാക്കിംഗ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇനിഷ്യൽ സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെയൊക്കെയാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും 1861 ആക്റ്റാണ്. അടുത്തൊരു ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യ കൗൺസിൽ ആക്ട് ഓഫ് 1892 ആണ്. അത് അപ്പോൾ ഇതിനു മുമ്പ് ചരിത്രം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അറിയേണ്ടത് 1892 ആയി. 1892 മുമ്പ് 1885 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലുള്ള ചില പ്രഷർ ഗ്രൂപ്പ്സ് സ്ട്രോങ് ആയി വരുന്നുണ്ട്. ഇന്ത്യക്കാർ പലതരത്തിലുള്ള ചെറിയ ചെറിയ സമരമുറകളിൽ ബ്രിട്ടീഷുകാർ ആൻറ്റി കൊളോണിയൽ, ആൻറ്റി ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല മൂവ്മെൻറ്റുകളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമൊക്കെയാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റൊക്കെ പതുക്കെ തണുപ്പിക്കാനോ അല്ലെങ്കിൽ അതിനൊരു ക്യാരറ്റ് പോലെയൊക്കെയാണ് പല പോളിസീസും ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 1892 കൗൺസിൽ ആക്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇതാണ് ഡയറക്റ്റ് ഇലക്ഷൻസ്, നോമിനേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് ഇലക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു കൗൺസിൽസ് ആക്റ്റാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ സൈസ് അവർ എൻലാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവകാശം കൂടി കിട്ടി എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് നാമമാത്രമായ പവേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള അവകാശം കിട്ടുന്നത് 1892 കൗൺസിൽസ് ആക്ട് വഴിയാണ്. സോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത് 1909 ആക്ടാണ്, കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടാണ്. ഈ ആക്ടിന്റെ പേരാണ് മിൻറ്റോ മോർലി റിഫോംസ് ആണ് ഇത് അറിയപ്പെടുന്നത്. മിൻറ്റോ റിഫോംസ് ആണ് ഇത് അറിയപ്പെടുന്നത്. മോർലി എന്ന് പറയുന്ന അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, മിൻറ്റോ എന്ന് പറയുന്നത് അന്നത്തെ വൈസ്രോയി ആയിരുന്നു. അതാണ് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ആയതുകൊണ്ടാണ് മിൻറ്റോ റിഫോംസ് എന്ന് പറയുന്നത്. സോ ഈ ആക്ടാണ് ആദ്യമായിട്ട് കമ്മ്യൂണൽ ഇലക്ടറേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് ഈ ഒരു പോളിസീസിനൊക്കെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസീസ് എന്നൊക്കെയാണ് ഹിസ്റ്റോറിയൻസ് വിളിക്കുന്നത്. അതെന്താണ് പിന്നീട് നോക്കാം. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിന്റെ സൈസ് എൻലാർജ് ചെയ്തു, 16 മുതൽ 60 വരെയാക്കി എൻലാർജ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ ഓഫ് ബംഗാളാണ്. 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നു. അതിനനുബന്ധിച്ചിട്ട് സ്വദേശി മൂവ്മെന്റ് ഒക്കെ ശക്തി പ്രാപിക്കുന്നു. ആന്റി കൊളോണിയലിസ്റ്റ്, ആന്റി ഇമ്പീരിയലിസ്റ്റ് മൂവ്മെന്റ്, കൊളോണിയലിസ്റ്റ്, സ്വദേശി പ്രസ്ഥാനങ്ങളൊക്കെ ഒന്ന് ശക്തിപ്പെട്ട് അവരുടെ വോയിസ് ഒക്കെ കുറച്ചും കൂടെ ലൗഡർ ആവുന്നൊരു സമയത്താണ് ഈ ഒരു ആക്ട് വരുന്നത് ആലോചിക്കണം. അപ്പോൾ അവരുടെ സമരത്തിന്റെ ഒക്കെ കുറെ ഇമ്പാക്റ്റുകൾ ഈ ഒരു ആക്ടിൽ ഉണ്ടാവുന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്യൂർലി ഹിസ്റ്റോറിക്കൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. സോ ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ നമ്പർ കൂട്ടി, അവരുടെ ഡെലിബറേറ്റീവ് ഫംഗ്ഷൻസ് ബോത്ത് പ്രൊവിൻസ് ലെവലും സെൻട്രൽ ലെവലിലും അവരുടെ ഡെലിബറേറ്റീവ് ഫംഗ്ഷൻസ് കൂട്ടി, ബജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള പവേഴ്സ് കൂട്ടി, മോഷൻസ് മൂവ് ചെയ്യാനുള്ള പവേഴ്സ് കൂട്ടി, ക്വസ്റ്റ്യൻസ് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പവേഴ്സ് കൂട്ടി, അതൊക്കെ നടക്കുന്നുണ്ട്.
പിന്നെ ഇന്ത്യൻ റെപ്രസെന്റേഷൻ വൈസ്രോയുടെയും അതുപോലെ പ്രൊവിൻസസിലെ ഗവർണേഴ്സിന്റെയും എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഇന്ത്യൻസിന്റെ റെപ്രസെന്റേഷൻ ആദ്യമായിട്ടുണ്ടാവുന്നത് 1909 ആക്ട് ആണ്. അങ്ങനെ വന്ന ആദ്യം റെപ്രസെന്റേഷൻ കിട്ടിയ ഇന്ത്യനാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ന് പറയുന്നത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആക്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് പറയും. നമ്മൾ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസും എക്സിക്യൂട്ടീവ് കൗൺസിൽസും ഒക്കെ പറയുമ്പോൾ അവിടത്തേക്കൊക്കെ ഇൻഡയറക്റ്റ് ആണെങ്കിലും ഇലക്ഷൻസ് നടന്നിരുന്നു. ഈ ഇലക്ഷനിലേക്ക് അന്ന് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസി ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ടാക്സ് കൊടുക്കുന്നവർക്കും ലാൻഡ് ലോഡ്സിനൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ബട്ട് സ്റ്റിൽ ആ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നതിൽ ചില നിബന്ധനകൾ കൊണ്ടുവന്നു. അതായത് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇലക്ട്രൽ റെപ്രസെന്റേഷനും, അതായത് മുസ്ലിംസ് കൂടുതലുള്ള പോപ്പുലേഷൻ കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ അവിടുത്തെ കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ മുസ്ലിം ആൻഡ് അവിടെ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം മുസ്ലിംസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നേരെ തിരിച്ച് ഹിന്ദുസ് കൂടുതലുള്ള ഒരു ഏരിയ ആണെങ്കിൽ കാൻഡിഡേറ്റ് ഹിന്ദു ആയിരിക്കും, വോട്ട് ചെയ്യാനുള്ള അവകാശം ഹിന്ദുസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഒരു കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നിട്ടുള്ള സാധനം. സോ ഇത് പിന്നീട് ഒരുപാട് ചർച്ചയാവുകയും ഇത് വളരെ വിമർശനങ്ങൾ വിധേയമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് 1909 കൗൺസിൽസ് ആക്ട് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ലോർഡ് വിന്റോനെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് വിളിക്കുന്നതും ഈ ഒരു കാര്യം കൊണ്ടാണ്. ഈ ഒരു സംഭവം ഈ ഒരു 1909 ആക്ടിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൽ ഒന്നാണ്. അടുത്ത ആക്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആണ്. 1919 ആക്ടിനെ മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട മോർലി മിൻഡോ റിഫോംസ് പോലെ മൊണ്ടേഗ് ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണ് 1919 ആക്ട് അറിയപ്പെടുന്നത്. ഈ ആക്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ലിസ്റ്റുകൾ കാണാം. ഫെഡറൽ സിസ്റ്റത്തിൽ നമുക്ക് ലിസ്റ്റുകളാണ്. ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ലെജിസ്ലേറ്റ് ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്, അതാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും തീരുമാനം എടുക്കാൻ പറ്റുന്ന കാരണങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, ഇതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. സോ ഇതുപോലെ ലിസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കയറി വരുന്നത് ഈ 1919 ആക്ടാണ്. അതാണ് സെൻട്രൽ സബ്ജക്ട്സ് ഡിമാർക്കേറ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ദോസ് ഓഫ് ദ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ പ്രൊവിൻസിന് തീരുമാനം എടുക്കാൻ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളും സെന്ററിന് തീരുമാനം എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. അതിനെയാണ് നമ്മൾ എന്ന് പറയുക ലിസ്റ്റ് സംഭവം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ലിസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത് ഈ ഒരു ആക്ടാണ്. ഡ്യുവൽ ഗവൺമെന്റ്സ് അല്ലെങ്കിൽ ഡയാർക്കി എന്ന് പറയും. ഡയാർക്കി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊവിൻഷ്യൽ സബ്ജക്ട്സിന്, ഈ പ്രൊവിൻസിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ തന്നെ രണ്ടായിട്ടൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റും റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറയും. ഈ ട്രാൻസ്ഫേർഡ് സബ്ജക്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റിൽ തീരുമാനം എടുക്കാൻ പ്രൊവിൻസസിന് കഴിയും. റിസർവ്ഡ് സബ്ജക്ട് ഇസ് റിസർവ്ഡ് ഫോർ സെൻട്രൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ വൈസ്രോയ്ക്കും വൈസ്രോയുടെ കൗൺസിലിനും വേണ്ടി തീരുമാനം എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് ട്രാൻസ്ഫേർഡ് ആൻഡ് റിസർവ് സബ്ജക്ട്സ്. അതിന്റെ ഇതിലേക്ക് പോകുന്നില്ല. ബട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡയാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റ് പോലുള്ള കൺസെപ്റ്റുകളൊക്കെ വരുന്നത് 1919 ആക്ടാണ്. അതുപോലെ തന്നെ ബൈക്യാമറലിസം ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും 1919 ആക്ടാണ്. ബൈക്യാമറലിസം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ലെജിസ്ലേറ്റീവ് ഹൗസസ് എന്നാണ്. ലൈക്ക് ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ലോക്സഭ ഡയറക്ട്ലി ഇലക്ടഡ്, രാജ്യസഭ ഇൻഡയറക്ട്ലി ഇലക്ടഡ് ആയിട്ടുള്ള രണ്ട് ഹൗസസ് ഉണ്ട്. അവരാണ് മൊത്തത്തിൽ നമ്മൾ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത്. അതിനെയാണ് ബൈക്യാമറൽ ലെജിസ്ലേഷൻ എന്ന് പറയുക. അപ്പൊ അത്തരത്തിലുള്ള ബൈക്യാമറൽ ലെജിസ്ലേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് 1919 ആക്ടാണ്. പിന്നെ ഡയറക്റ്റ് ഇലക്ഷൻസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവിൻഷ്യൽസിലൊക്കെ വേണ്ടിയിട്ട്. അതിൽ 3 out of 6 members of Viceroy's Executive Council were to be Indians. നമ്മൾ വൈസ്രോയ്ക്ക് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൽ 6 പേരിൽ 3 പേര് ഇന്ത്യൻസ് ആയിരിക്കണം എന്നുള്ള നിയമം വരുന്ന 19 ആക്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സിവിൽ സർവീസിലേക്ക് എൻട്രി കോമൺ ആക്കിയ ആക്ടുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, അത് നമ്മളിപ്പോൾ പറയുന്ന UPSC എന്ന് പറയുന്ന പോലെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ഈ ഒരു ആക്ടാണ്. കൂടാതെ ഈ ഒരു ആക്ടിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ ആയിരുന്നു 10 വർഷത്തിന് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതനുസരിച്ച് അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പല മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നും ഒക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷനും കൂടെ ഈ ആക്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പോൾ കണ്ടത് 1858 മുതൽ 1919 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് ആണ്. പല മൈൽസ്റ്റോണുകൾ കണ്ടു, പല ആക്ടുകൾ കണ്ടു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ 1858 മുതലുള്ള കാര്യങ്ങളാണ്. കുറെ പോയിന്റ്സ് നമ്മൾ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. മോർ ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
ഇനി ഇതിന്റെ അടുത്ത പാർട്ടിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇവന്റ്സ് 1947 വരെയുള്ള ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുന്ന വരെയുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാവുന്ന വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.